അങ്ങനെ ഒരു പ്ലാനും ഞങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇന്നലെ ഒരു തിയേറ്ററിൽ പോയപ്പോ തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകരാണ് പറഞ്ഞത് രണ്ടാം ഭാഗം. ഞാനും വെറുവാക്ക് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാന്നല്ല, അതിനെപ്പറ്റി ചിന്തിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ആ സസ്പെൻസ് വേണ്ട. നമ്മൾ ഇന്നത് വെച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും രണ്ടാം ഭാഗം ഉണ്ടാവും. ഞങ്ങളതൊക്കെ അതൊക്കെ എല്ലാരും ചെയ്യേണ്ടതാണ്. കേട്ട ചോദ്യം എന്ന് പറയുന്നത്, ഒരുപാട് ത്രില്ലർ സിനിമകൾ വരുന്നുണ്ടല്ലോ. ഇപ്പം നിങ്ങളൊരു ത്രില്ലറും പൊക്കി പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പുതുമ, എന്താണ് എന്നാണ് ഒത്തിരി ആളുകൾ. ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് കുറവ് ഉണ്ടാവുന്നതിൻ്റെ ഒരു റീസണും അതായിരുന്നു. കാരണം ഇഷ്ടംപോലെ ത്രില്ലർ സിനിമകൾ വന്നിട്ടുണ്ട്, ഗംഭീരമായ ത്രില്ലർ സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എന്താണ് വ്യത്യസ്തത എന്നുള്ളതാണ് എല്ലാവരും ചോദിച്ചൊരു ചോദ്യം. അത് വളരെ കടമ്പുള്ള ചോദ്യം തന്നെയാണ്. പക്ഷെ എനിക്ക് റിലീസിന് മുന്നേ എന്താണ് ഞാനിതിൽ എക്സ്പെരിമെന്റ് ചെയ്തിരിക്കുന്ന, എന്താണ് ഇതിനകത്ത് പുതുതായിട്ടുള്ള കാര്യമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പുതുമയുള്ള തിരക്കഥയാണ്, വ്യത്യസ്തമായ തിരക്കഥയാണ് എന്ന് പറഞ്ഞത് സ്ഥിരം പറയുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഞാൻ മനോരമ ഓൺലൈനിൽ കൊടുത്തൊരു ഇന്റർവ്യൂ മാത്രമാണ്, റിലീസിന്റെ തലേദിവസം വൈകുന്നേരം കൊടുത്തൊരു ഇന്റർവ്യൂലാണ് പറഞ്ഞത്, ഈ സിനിമയിൽ തിരക്കഥയിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഈ സിനിമയിലുള്ള എക്സൈറ്റ്മെൻറ്റും എൻ്റെ ഭയവും. ഇപ്പം ആ എക്സൈറ്റ്മെൻറ്റിന് ഫലമുണ്ടായി, ആ ഭയം പൂർണ്ണമായിട്ട് മാറി. ശരിക്കും ഇതൊരു പരീക്ഷണം തന്നെയായിരുന്നു തിരക്കഥയിൽ. ഞാൻ എന്തുകൊണ്ടൊരു അടുത്തൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ എഴുതണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ തിരക്കഥയിലെ ഈ പുതുമ എന്ന് പറയുന്നത്. അത് വിജയിച്ചു എന്നറിയുന്നതിന് വളരെ സന്തോഷമുണ്ട്. ഇപ്പോ ഇതില് പ്രേക്ഷകർക്ക് കണ്ട എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. അതായത് എസ് ഐ ആണെങ്കിൽ ഒരു സ്ഥലത്ത് പോലും ടോവിനും ഇല്ല. അതായത് ഈ പറഞ്ഞ പോലെ ഓരോ സിനിമ കഴിയുന്നവരും ടോവിനോക്ക് സംഭവിക്കുന്ന റിഫൈൻമെന്റുകളെ കുറിച്ചിട്ട് ഇന്നലെ ഒരുപാട് കുറിപ്പുകൾ ഉണ്ടായിരുന്നു. കണ്ടവർക്ക് എല്ലാവർക്കും അത് അഭിപ്രായമുണ്ട്. അപ്പൊ ടോവിനോ എടുക്കുന്ന എഫേർട്ടുകളൊക്കെ പ്രേക്ഷകർക്ക് കണക്ട് ആവുന്നുണ്ട്. അതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്താണ്? കൂടുതൽ എഫേർട്ട് എടുക്കാനുള്ള പ്രോത്സാഹനമാണ്. നമ്മൾ എടുക്കുന്ന എഫേർട്ട് ആൾക്കാർക്ക് പറക്കാവുന്നുണ്ടെങ്കിൽ കൂടുതൽ എഫേർട്ട് എടുക്കാനുള്ള പ്രോത്സാഹനമാണ് തീർച്ചയായിട്ടും. എനിക്കതിനേക്കാളും ഒരുപാട് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്തത്. റിലീസിന്റെ തലേദിവസം നമ്മളങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചൊന്നും അല്ലായിരുന്നത്. ഞങ്ങൾ വളരെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. കാര്യം ഞങ്ങൾക്ക് ചെയ്തു വെച്ചിട്ടുള്ള പടത്തിനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇപ്പോഴത്തെ കാലത്ത് ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള മാസ് ഇലിവേഷൻ സീനുകളോ അങ്ങനെ പറയേണ്ട ഒരു കഥയാണ് ഇതെന്ന് തോന്നിയിട്ടുമില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും അവർക്ക് അതേ രീതിയിൽ തന്നെ ഈ സിനിമയെ സ്നേഹിക്കാനും പറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, കുറച്ച് സ്ലോ ആയി പോയാലൊക്കെ പ്രകൃതി പടം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞല്ലേ സോപ്പോൾ, അതുപോലെയൊന്നും അല്ലാതെ പ്രകൃതി പടമാണോ അല്ലെങ്കിൽ ഈ മാസ് മസാല എന്റർടൈനർ ആണോ എന്തോ ആണോ, സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നല്ല സിനിമയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മോശം സിനിമയും, അത്രയും. അല്ലാതെ ഇതിന്റെ വേറെ ക്ലാസിഫിക്കേഷനുകളെക്കാളൊക്കെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കര സന്തോഷമാണ്. ഇതിനെ ഈ സിനിമ എങ്ങനെയാണോ അങ്ങനെ ഈ സിനിമയെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇവിടുത്തെ പ്രേക്ഷകർക്ക് ആ സിനിമയെ ഇഷ്ടപ്പെടാൻ പ്രേക്ഷകർക്ക് പറ്റി എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഇനി അങ്ങനെ ഒരുപാട് ഗിമ്മിക്കുകളെയോ അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ സിനിമാറ്റിക് മാസ് എലിവേഷൻ പരിപാടികളോ ഇല്ലാതെയും ഇവിടെ സിനിമകൾ മുന്നോട്ട് പോകാം. നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ വേറെയും സിനിമകൾ ചെയ്യാം, പലതരം സിനിമകൾ ചെയ്യാം എന്നുള്ളതിന്റെ പ്രേക്ഷകരുടെ ഭാഗത്തുള്ള ഒരു എന്താ പറയുക അഷ്വറൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഏതോ ഒരു റൈറ്റപ്പിൽ, ഈ സിനിമയുടെ റൈറ്റപ്പിൽ ഒരു വരി എനിക്ക് ഈ സിനിമയ്ക്ക് പറ്റിയ ആപ്റ്റായിട്ടുള്ളൊരു വരിയായിട്ട് തോന്നി. അങ്ങനെ സൈക്കോ കില്ലറോ വലിയ രക്തച്ചൊരിച്ചൊരു ഇതൊന്നും മോശമാണെന്നല്ല, ഇതൊക്കെ ഞാനും ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ഉണ്ട്, അതൊന്നും മോശമല്ല. പക്ഷെ അടുപ്പിച്ച് കുറച്ചെണ്ണം കാണുമ്പോൾ രക്തച്ചൊരിച്ചിലോ അല്ലെങ്കിൽ സൈക്കോ കില്ലറോ ഒന്നും ഇല്ലാത്ത ഒരു സിനിമ, ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഇന്നലെ ഞാൻ പത്മതിയായിട്ടുള്ള ഷോയ്ക്ക് ഉച്ചയ്ക്ക് 12 മണി ഷോ കഴിയാൻ നേരം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കൂടുതൽ കണ്ടത് ഫാമിലീസിനെയാണ്. അപ്പോൾ ആ ഫാമിലീസിനെ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവർ ഉടനെ ചോദിക്കുന്നത് രണ്ടാം ഭാഗം ഉണ്ടോ എന്നുള്ളതാണ്. രണ്ടാം ഭാഗം ഉണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ ഞാൻ പറയണത് വെച്ചാൽ എവിടെയോ ഈ ക്യാരക്ടേഴ്സിനോട് കണക്ട് ചെയ്യാനും എന്നാൽ ഈ പറയുന്ന ഭയങ്കര രക്തചൊരിച്ചിലൊന്നും ഇല്ലാതെ എൻജോയ് ചെയ്യാനും ഫാമിലീസിന് ഇഷ്ടപ്പെടുന്ന ഒരു ത്രില്ലർ സിനിമ എന്ന് പറയും. കുറെ നാളായില്ലേ നമ്മളിപ്പോൾ ഞാനാണെങ്കിലും ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോഴൊക്കെ വയലൻസിനെ മാറ്റി നിർത്താനൊക്കെ ആയിട്ട് ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ത്രില്ലർ സിനിമ
ഫാമിലിക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ഇതിന്റെ ഈ സിനിമയുടെ പ്രേക്ഷകരെന്ന് ഞങ്ങൾ കരുതിയതിനേക്കാൾ ഒരു വലിയ സ്പെക്ട്രം കൂടെ ഓപ്പൺ ആയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് സന്തോഷം. റെസ്പോൺസിബിലിറ്റി ആയിട്ട് അത് വരും ഇങ്ങനെ അടുത്തുള്ള വരുന്ന സിനിമകൾ റെസ്പോൺസിബിൾ ആണ് എപ്പോഴും. കാര്യം സിനിമയിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി കാണിക്കണ്ടേ. സിനിമയിൽ നിലനിൽക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും സിനിമയിൽ കിട്ടുകയാണെങ്കിൽ തിരിച്ച് നമ്മുടെ ഭാഗത്ത് ആ റെസ്പോൺസിബിലിറ്റി കാണിക്കണ്ടേ. നമ്മൾ സിനിമകൾ കാണാനായിട്ട് കൂടുതൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് അടുത്ത തവണ വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഇതുവരെ ചെയ്തിട്ടുള്ളതിനേക്കാളും ബെറ്റർ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി എന്തായാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തയിൽ. എനിക്കൊന്നും മിക്കവാറും എല്ലാ കലാകാരന്മാരുടെയും മനസ്സിൽ അല്ലെങ്കിൽ കലാകാരിമാരുടെയും ജസ്റ്റ് മിസ് ഞാൻ എല്ലാവരുടെയും മനസ്സിൽ കലയുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നതാണ് തോന്നുന്നു. ഈ ഒരു സിനിമ ഞാൻ ഈ നടുക്കന്നെ ഇരുന്ന് തുമ്പി മുക്കൊലിപ്പിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മാറിയിരിക്കുന്നത്. ഒരു സിനിമ ബെസ്റ്റ് കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ കണ്ട സിനിമകളിൽ നിന്ന് കുറച്ചുകൂടി പുതിയ പേരാണ് ഡീറ്റെയിലിംഗ്, അല്ല ആക്ടിംഗ് ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ സൂക്ഷ്മ അഭിനയം എന്ന് പറയും. അപ്പൊ അത് ശരിക്കും ടൊവിനോയിൽ നമ്മൾ കണ്ടൊരു സിനിമയാണ് അന്വേഷിക്കുകയും കണ്ടെത്തും. അപ്പൊ അതിന്റെ ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം ഇങ്ങനെയാണ് എന്നുള്ളൊരു കൃത്യമായൊരു നമ്മൾ തന്നെ സ്വയം നവീകരിക്കുക, അതുകൊണ്ടായിരുന്നു ഈ ഹോംവർക്ക് ഉണ്ടായിരുന്നത്. അത് എല്ലാ ദിവസവും സ്വയം നവീകരണം നടത്തുന്നുണ്ട്. കാര്യം എനിക്ക് ഞാൻ പറഞ്ഞ പൊതുവിൽ എൻ്റെ എല്ലാ ദിവസവും ഞാനങ്ങ് സ്വയം നവീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ തലേ ദിവസം നമ്മള് ഞാനും ജിനിച്ചേട്ടനുണ്ടായിരുന്നു, ഡാർവിനുണ്ടായിരുന്നു, ഡോൾവിനുണ്ടായിരുന്നു. നമ്മൾ ഇരുന്നിട്ട് ഈ സിനിമയിൽ ഈ കഥാപാത്രം എങ്ങനെ നിൽക്കണം നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് ഉറങ്ങാൻ പോകുന്നത്. പിന്നെ നിരന്തരമായിട്ട് ഈ സിനിമയിലെ ഞങ്ങൾ ഡിസ്കഷൻസിൽ ഇരിക്കുമ്പോഴൊക്കെ എന്തായിരിക്കും ഈ ക്യാരക്ടറിന്റെ മാനസികാവസ്ഥ, സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും അത് കിട്ടുമായിരുന്നു. ഈ ക്യാരക്ടറിന്റെ മാനസികാവസ്ഥ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലെ സിറ്റുവേഷൻസിൽ എന്തൊക്കെ ഇയാളുടെ മനസ്സിലൂടെ പോയേക്കാം എന്നുള്ള ഒരു ഊഹം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് സംസാരിച്ചപ്പോൾ ഈ കഥയിൽ നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ ആഡ് ഓൺ പോലെ എനിക്ക് ഡാർവിൻ പറഞ്ഞു. ചിലപ്പോൾ ഈ സിനിമയിലെ ആദ്യത്തെ ഭാഗങ്ങളിൽ കാണിക്കുന്ന ആ ബൈക്കൊന്നും ഇപ്പില്ല, അത് ചിലപ്പോൾ വിറ്റിട്ടുണ്ടാവും അയാൾ. അത് വിറ്റിട്ടായിരിക്കും ചിലപ്പോൾ ആ 4 പോലീസുകാരുടെ കുറച്ച് നാളത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ തവണ കാണുമ്പോൾ ഈ 4 പോലീസുകാരിൽ കുറച്ചും കൂടെ അടുപ്പം കൂടുതലുണ്ട് പഴയതിനേക്കാൾ, കുറച്ചുകൂടെ കാഷ്വലാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ സിനിമയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ലാത്ത ഇവരുടെ പേഴ്സണൽ ലൈഫ് വരെ ഞങ്ങളുടെ ഡിസ്കഷൻസിൽ ഉണ്ടായിരുന്നു. അതിന്റെ റിഫ്ലക്ഷൻസ് ഈ പറഞ്ഞ 2 കാലഘട്ടത്തിൽ ഒരു 6 മാസത്തെ ഡിഫറൻസ് ഉള്ളൂ, പക്ഷെ അതിലും കാണിക്കാനായിട്ട് അങ്ങനെ ഞങ്ങളൊരു ബാക്ക് സ്റ്റോറി എല്ലാ ക്യാരക്ടേഴ്സിനും ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടാ, ഇതിൽ മെൻഷൻ ചെയ്യുന്ന കുറച്ച് അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നതും ഇന്നത്തെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കുറച്ച് വാക്കുകളുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് ഈ കൊലകളെല്ലാം സംഭവിക്കുന്നത്. അപ്പം അത് മെൻഷൻ ചെയ്താൽ സ്പോയിലർ ആകുമെന്ന് കരുതിയിട്ട് അത് മെൻഷൻ ചെയ്യുന്നില്ല. ചേട്ടാ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം കഥയിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ എപ്പോഴും പ്രൊമോഷൻ ചെയ്യുന്നത് ക്രൈം ത്രില്ലർ എന്ന രീതിയിൽ തന്നെയാണ്. ഈ പറഞ്ഞ പർട്ടിക്കുലർ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുമുണ്ട്. അപ്പോൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന സബ്ജക്റ്റ് സംസാരിക്കല്ല, ഇതൊരു ക്രൈമാണ്, അതിൻ്റെ ബേസിലുള്ള സ്റ്റോറിയാണെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അല്ല, ഇതിപ്പം താങ്കൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചത് തന്നെയാണ് അതിൻ്റെ ഉത്തരവ്. ഇത് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമാണ്. നമ്മളിതിനെ ഒരു ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അത് ആ കാലഘട്ടത്തിലുമുണ്ട്, അത് അതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് മാറാതെ നിൽക്കുന്നു എന്നുള്ളത് ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, ഇത് കാണുന്ന ഓഡിയൻസ് മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. ശരിക്കും ഞങ്ങളത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതിനേക്കാൾ അത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷം തരുന്നതും നമ്മളുടെ പ്രോഡക്റ്റ് വർക്കായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ചോദ്യം. അതുകൊണ്ട് അത് കാണുന്ന ആളുകളുടെ മനസ്സിൽ ആ ഒരു പെയിനുമായിട്ട് ഇതൊക്കെ അന്നും ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ, നാളെയും ഉണ്ടാവുമല്ലോ എന്ന ആശങ്കയോടുകൂടി നിൽക്കുന്നതാണ് അതിനകത്ത് പറയാതെ പറയുന്ന ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് കിട്ടിയെന്നറിഞ്ഞതിന് വളരെ സന്തോഷം. ജിൻചേട്ടാ, കണ്ടിറങ്ങിയ പ്രേക്ഷകർ എല്ലാവരും പറഞ്ഞ ഒരു കമന്റ് എന്താ പറയുക, കണ്ണൂർ സ്കോഡിന് ശേഷം നല്ലൊരു സ്കോഡ് അല്ല, നല്ലൊരു പോലീസ് സിനിമ കണ്ടിറങ്ങി എന്ന് ഫീലാണ്. ഇത് പടം എൻഡ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഇതിലാണ്. കാരണം ഇനിയും ഒരു നല്ലൊരു കേസിന് വേണ്ടി ആ ഒരു സ്കോഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 2ാം ഭാഗം പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാമോ? ടോവിനോ ചേട്ടൻ മുമ്പ് പറഞ്ഞു, പ്രതീക്ഷിക്കാമോ? അങ്ങനെ ഒരു പ്ലാനും ഞങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇന്നലെ ഒരു തിയേറ്ററിൽ പോയപ്പോ തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകരാണ് പറഞ്ഞത് 2ാം ഭാഗം. ഞാനും വെറുമ്പോക്ക് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാന്നല്ല, അതിനെപ്പറ്റി ചിന്തിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ആ സസ്പെൻസ് വേണ്ട, നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും 2ാം ഭാഗം ഉണ്ടാവും.
ഞങ്ങളതൊക്കെ പ്ലാനിങ്ങാണ്. അതിപ്പോ എല്ലാരും ചെയ്യേണ്ടത്. ഡയറക്ടറാണ്. സാറിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഇതുവരെയും ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് സിനിമ ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ. ഇവൻ അങ്ങനെ പറഞ്ഞോ? ഇവൻ അസിസ്റ്റ് ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇറക്കി വിടുക. എന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പം ആദ്യത്തെ സിനിമ തന്നെ ഇത്രയും വലിയ ക്രൂവിൻ്റെ കൂടെ ഇതുപോലൊരു സ്റ്റോറി ആയിട്ട് വരാനായിട്ടുള്ള ഒരു ധൈര്യം എവിടുന്നാണ്? എത്ര പടം ചെയ്തിട്ടുണ്ട്? 4 പടം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിൽ ജോണി ആൻഡി സാറിൻ്റെ കൂട്ടത്തിൽ ബയ്യ ബയ്യ എന്ന് പറഞ്ഞൊരു മൂവി, പിന്നെ ജിനി സാറിൻ്റെ കൂടെ തന്നെ ആദം ജോൻ എന്ന് പറയുന്ന മൂവി, പിന്നെ ഹാപ്പി സർദാർ, പച്ച, അങ്ങനെ 4 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ചെയ്തിട്ടില്ല എന്ന്. ഇത് ചോദ്യം എനിക്ക് മനസ്സിലായത് ഈ സിനിമ ചെയ്യാൻ സബ്ജക്ട് തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ടൊരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാന്ന് പറയുന്നത് അതിന്റെ സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ അത് കേട്ടപ്പം ഒരു 80s 90s ഒരു സിനിമ, അപ്പൊ ഒരു ഡയറക്ടർ സബ്ജക്ട് നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തോന്നി. പിന്നെ ഒരു ഡയറക്ടർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിനിമ ഉണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടായി. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ടുണ്ടായ ഇൻസ്പിറേഷൻ. ഒരു നല്ല സിനിമ ചെയ്യാനുള്ള ആഗ്രഹത്തിലാണ് ഇത് നമ്മൾ ചെയ്യാനായിട്ട് വന്നത്. അതായിരുന്നു ഈ സിനിമയിലുണ്ടായിരുന്ന നമ്മുടെ ഇൻട്രസ്റ്റ്. സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിൽ ഒരു പോലീസ് കഥാപാത്രം മെയിൻ ക്യാരക്ടറായിട്ട് വരുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടൊക്കെ ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി ആകുമ്പോഴേക്കും ഒരു മെയിൻ കേസ് വരും. പിന്നെ ഫുള്ള് ആ ഒരു കേസാണ്. ആ കേസ് വരുമ്പോൾ ആ പോലീസിൻ്റെ കഥാപാത്രം മുൻപ് കുറേ തെളിയിച്ചിട്ടുണ്ട്, ഭയങ്കര കേസുകൾ. ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഈ സിനിമയിൽ അങ്ങനെ ഒരു സംഭവമേ പറയുന്നുണ്ട്. പക്ഷെ ഈ ക്യാരക്ടറിനെ ഫസ്റ്റ് കാണിക്കുമ്പോൾ തൊട്ട് ആ ഒരു പോലീസുകാരൻ്റെ സല്യൂട്ട് കാണിക്കുമ്പോൾ തൊട്ട് ഈ ഒരു ക്യാരക്ടർ, ആ ഒരു പോലീസ് ക്യാരക്ടർ തൊഴിൽ ഇതിനകത്ത് പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ എന്തായിരുന്നു ഈ സ്റ്റോറിയിലേക്ക് സ്റ്റോറി പറഞ്ഞപ്പോൾ എന്തായിരുന്നു സ്റ്റോറിയുടെ ഒരു ഇൻപുട്സ് അല്ലെങ്കിൽ മറ്റേതുപോലെ അല്ലോടാ കൊറേ ചോദിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അവന്റെ പൈസ എത്ര എനിക്ക് മനസ്സിലായില്ലോ ചോദിച്ചത് കൊറേ. ഇതിപ്പോ ഞാനെന്ത് ഉത്തരം പറയില്ലേ മനസ്സിലായില്ലല്ലോ. ഞാൻ ചോദിച്ചാൽ എന്നോട് അതൊന്നും അല്ല. ശരിക്കും എന്താ ചോദിക്കണെന്ന് അത് മാത്രം ചോദിക്കാമോ? കണ്ടിട്ടുള്ള സിനിമകളിൽ ഈ പറഞ്ഞ ഒരു പോലീസ് ക്യാരക്ടറാണ് മെയിൻ, അയാളെ പറ്റി ഒരുപാട് ബിൽഡപ്പ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ആ കേസ് ഇയാൾ പണ്ട് അതായിരുന്നു എന്നുള്ളൊരു കുറെ ആൾക്കാരെ പറഞ്ഞത്. ഈ സിനിമകളിൽ ടോയുടെ ഇൻട്രോ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. സോ ഈ ക്യാരക്ടർ ഏറ്റെടുത്തപ്പോൾ എന്തായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഭയങ്കര സമാധാനമായിരുന്നു. ഒന്നാമത്തെ കാര്യം അല്ല, അത് തീർച്ചയായിട്ടും അട്രാക്ഷൻ ആയിരുന്നു. ഈ സിനിമയിൽ അങ്ങനെ മാസ് എലിവേഷൻ, ഈ സിനിമയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഇതിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് മാസ് എലിവേഷൻ കൊടുക്കുക. അപ്പൊ നായക കഥാപാത്രം എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഇമ്പോർട്ടന്റ് കഥാപാത്രങ്ങൾ കുറെ ഉണ്ട് ഈ സിനിമയിൽ. അതിൽ എന്തോ ഒരു കഥാപാത്രത്തിന് മാസ് എലിവേഷൻ കൊടുക്കുക എന്നുള്ളതിനേക്കാളും ഈ ആ കേസ് സോൾവ് ആയി വരുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ ഏകദേശമൊക്കെ ഈ സിനിമയിലൂടെ ആൾക്കാർക്ക് ഈ 2 കേസുകളുടെ വഴി കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടാവും ശരിക്കും പോലീസിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ നടക്കുന്നത് എന്നുള്ള പോലെ. അപ്പോൾ ആ ഒരു ഏരിയ, അതിലെ ഡീറ്റെയിലിംഗ് ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ബാക്കി ഇതിനകത്തുള്ള എൻ്റെ കഥാപാത്രം ഉൾപ്പെടെയുള്ള മറ്റു കഥാപാത്രങ്ങളാണെങ്കിൽ ഈ കേസിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഈ കേസാണ് ഇതിലെ നായകൻ, അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്താണോ, ആ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്താണോ, അതാണ് ഇതിലെ നായകൻ. ബാക്കി നമ്മളെല്ലാവരും ഇതിൽ സപ്പോർട്ടിംഗ് ആയിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ. അപ്പൊ അതിൽ ഇമ്പോർട്ടൻസ് അവിടെ നിന്ന് വേറെ എവിടെയും പോകണ്ട എന്നുള്ള ആലോചന ആദ്യമേ ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നതാണ്. പിന്നെ എല്ലാവരെയും ഇത് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കേസ് നടക്കുന്ന സമയത്ത് അതൊക്കെ ഞങ്ങളുടെ എങ്ങനെ ഇമോഷണലി ഞങ്ങൾക്ക് അതിലൂടെ ഒരു ജേർണീസ് ഉണ്ടാവും, ഞങ്ങൾ എങ്ങനെയാണ് ഇമോഷണലി ബാധിക്കപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതൊക്കെ എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ് ആണ് എല്ലാം, അല്ലാതെ ഈ നായകൻ നായിക അങ്ങനെയുള്ള ഒരു രീതിയിലല്ല സമീപിച്ചിരിക്കുന്നത്. കാര്യം കഥയാണ് ഇതിലെ നായകൻ. ഇതിനകത്തുള്ള ഈ പ്രധാനപ്പെട്ട ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ 90s ഒക്കെ റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മൊബൈൽ ടവറുകൾ, ടാക്സി കാറുകൾ, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ 2 സിനിമകളായിരുന്നു, ഇപ്പൊ കടുവയിലും വന്നു ഇതിലും വന്നു. അപ്പൊ ജിൻചേട്ടൻ്റെ ഒരു കംഫർട്ട് സോണായിട്ട് അത് മാറുന്നുണ്ട്, ഭയങ്കര സ്ട്രോങ് ആയിട്ട്. ഇനി ആവർത്തിക്കില്ല. അല്ല, അതിന്റെ ഒരു കടുവയുടെ സെറ്റ് പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ. പോണത് എളുപ്പമാവുന്ന എന്തൊരു ചോദ്യമാണ്. ഇത് രണ്ടും എന്താ പറയാ, 2 തരം ഇഷ്ടങ്ങളുടെ ഭാഗമായിട്ടുണ്ടായ സിനിമകളാണ്. ഒന്ന് ആ കാലഘട്ടത്തിലുള്ള, ഇപ്പം പണ്ട് കെനി ജോർജ് സാറും ഒക്കെ ചെയ്തിട്ടുള്ള പോലത്തെ
ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത സിനിമകളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ ചെയ്യണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ അതുപോലെ ആ കാലഘട്ടത്തിലുള്ള ഒരു മാസ് സിനിമ, എല്ലാവിധ ടെംപ്ലേറ്റുകളുമുള്ള ഒരു പടം ചെയ്യണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. ആ 2 ആഗ്രഹങ്ങളുടെ പുറത്താണ് ഈ 2 സിനിമകളും ചെയ്തത്. ഇനി ആ കാലഘട്ടത്തിലേക്ക് പോയില്ല. ചേട്ടാ അല്ല, സെക്കൻഡ് പാർട്ട് ഞങ്ങൾ താരമായിട്ട് അഭിനയിപ്പിക്കാനുള്ള പരിപാടിയാണ്. റിട്ടയർമെന്റ് തൊട്ട് മുമ്പ് നിൽക്കുന്ന ഈ സാദിഖയുടെ ജിനിച്ചേട്ടനായിരുന്നു പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സാദിഖയുടെ പെർഫോമൻസ് കണ്ടത് ബോംബെ മാർച്ച് ബന്ധം എന്ന സിനിമയിലാണ് അതിശയിപ്പിച്ചത്. അദ്ദേഹം നടനുണ്ട് എന്ന് നമ്മളെ വിളിച്ചു. അതിനുശേഷം നമ്മളെ വിസ്മയിപ്പിച്ചത് ഈ സിനിമയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം തന്നെ ഈ ക്യാരക്ടർ വേണമെന്നൊരു തെരഞ്ഞെടുപ്പ്? അത് സാദിഖയും പറയണം. എങ്ങനെ അതിനോട് ഒരു പ്രതികരണം എന്തായിരുന്നു അല്ലെ അത് കേട്ടപ്പോൾ ഉള്ളത്? ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് വരുന്ന 2010 സമയത്താണ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഞാൻ എറണാകുളത്തേക്കൊക്കെ എത്തുന്നത്. ആ സമയത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആളാണ് സാദിഖേട്ടൻ. അപ്പോൾ എനിക്കൊരു എന്താ പറയുക, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലുള്ള ആൾ. സാദിഖേട്ടൻ്റെ കാലിബർ എനിക്കിപ്പം ബോംബെ മാർച്ചോടുകൂടെ വന്നേലും അങ്ങനെ ചുരുക്കം ചില സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സാദിഖേട്ടനിലേക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു ഡൗട്ട് പോകില്ല. ഒരു പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ സാദിഖുണ്ടാവും എന്നുള്ള ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്തോട് ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിക്കാൻ അത് എളുപ്പവുമാണ്. പിന്നെ ഞങ്ങളുടെ സൗഹൃദം, എനിക്ക് സാധിക്കാൻ വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള, എൻ്റെ സുഹൃത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് അദ്ദേഹം അർഹിച്ചിരുന്നൊരു കാര്യം എന്താണെന്നുള്ളതിൻ്റെ എൻ്റെ ഒരു ആൻസറും കൂടാണ്. സാധിക്കേണ്ട ഒരു മികച്ച ആക്ടറാണ്. പല സിനിമകളിലും ബോംബെ മാർച്ചോട്ട് മാത്രമല്ല, സുഹീദിൻ്റെ ശിക്കാരി ശംഭു എന്ന് പറഞ്ഞ സിനിമയിലെ സാധിക്കേണ്ട ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് സാധിക്കേണ്ട ആപ്റ്റായിരുന്നു ആ ക്യാരക്ടർ. എന്തായാലും ബോംബെ മാർച്ച് വന്നുകൊണ്ട് പോർത്തതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അതും വളരെ വ്യത്യസ്തമായൊരു വേഷമായിരുന്നു. പോലീസല്ല, പക്ഷെ നല്ല ഒരു ക്യാരക്ടർക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയൊരു ക്യാരക്ടറായിരുന്നു. അതുപോലെ വിക്രമാദിത്യൻ, പിന്നെ അറബിക്കഥ, ശിക്കാരി ശംഭു, അങ്ങനെ ഒത്തിരി പടങ്ങൾ. ഇത് എന്തുകൊണ്ട് ഇത് ഞാൻ തന്നെ ചെയ്യാമെന്ന് ഞാൻ ജിനുവിനോട് പറഞ്ഞ പ്രധാന കാര്യം വെച്ച്, ആ ജോണറിൽ ഒരുപാട് ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുള്ളതാണെങ്കിലും പക്ഷെ ഇതിനൊരു ഔട്ട്സ്റ്റാൻഡിങ് സംഭവം ഉണ്ട് എന്ന് മനസ്സിൽ ഉറച്ചത് കൊണ്ടാണ് ഇതന്നെ ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിലെത്തിയത്. ഒരു പൊട്ട കേക്ക് സാധിക, ഒരു മലയാള സിനിമയിൽ ഒരു റൊമാൻറ്റിക് കാലഘട്ടം അല്ലെങ്കിൽ ഫാമിലി സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് 5-ാം പാതിര പോലൊരു സിനിമ വന്നിട്ട് അതിൽ ഇന്ദ്രൻസിന്റെ കഥാപാത്രം എടുത്തു പറയുകയുണ്ടായി. കാരണം പ്രത്യേകിച്ച് ആക്ഷൻ അങ്ങനത്തെ ഒന്നുമില്ല, ഡയലോഗും പ്രസന്റേഷനും കൊണ്ട് മാത്രം ആ കഥാപാത്രം വേറെ ലെവലായിരുന്നു. ഈ സിനിമയിലായാലും താങ്കളുടെ കഥാപാത്രം അവസാനം ഒരു പ്രേക്ഷകനും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരു സീറ്റിൽ നിന്നൊന്നും ഇദ്ദേഹമാണോ എന്ന് നോക്കുന്ന ഒരു സൈൻ ഉണ്ടോ? അതേപോലെ ഒരു ചേഞ്ച് അല്ല ഒന്നുമില്ല. ജിനി വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഈ കഥാപാത്രം ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അത് അങ്ങനെ തന്നെ പോയാൽ മതി. അതിനകത്ത് കഥാപാത്രത്തിന് വെയിറ്റിംഗ് ആയിരുന്നു. അതേപോലെ കഥാപാത്രത്തിന് വെയിറ്റിംഗ് ആയിരുന്നു 100%. എനിക്കത് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ജിന് തന്നതിൽ എനിക്ക് അധികം, ഞാൻ വളരെയധികം ജിനോട് താങ്ക്ഫുള്ളാണ്. ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പൊ വന്നിപ്പോ കുറച്ചുകൂടെ നെഗറ്റീവ് റോളിലേക്ക് ആയി പോകുന്നു തോന്നുന്നു. എനിക്ക് നായകനെ ഒന്ന് ചവിട്ടി താക്കുന്ന അല്ലെങ്കിൽ ഒന്ന് തരത്താക്കുന്ന അങ്ങനത്തെ ഒരു നെഗറ്റീവ് റോളിലേക്ക് ആയൊരു ട്രാക്ക്. ഞാൻ പോസിറ്റീവായിട്ട് കുറെ വേഷം ചെയ്ത, പക്ഷെ രക്ഷപ്പെട്ടില്ല. എന്നാ പിന്നെ നെഗറ്റീവ് പിടിക്കാൻ അങ്ങനെയല്ല. നമ്മൾക്കൊരു ഇമേജ് ഉണ്ടല്ലോ, നമ്മൾ വന്നിട്ടുള്ളത് മിമിക്രി എന്ന് പറയുന്ന കലയിലൂടെയാണ്. അപ്പം തമാശയാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ കിട്ടിയിരിക്കുന്ന സിനിമകളിലും ഒക്കെ അങ്ങനത്തെ വേഷങ്ങളായിരുന്നു, തമാശ ജോണറുള്ള വേഷങ്ങളായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതിൽ ഒരു പ്രത്യേകിച്ച് പുതുമയില്ല. കാരണം ഞാൻ സ്റ്റേജിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, മിനി സ്ക്രീനിലുമൊക്കെ. അതിൽ നിന്ന് മാറി നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമാർന്ന വേഷം കിട്ടുമ്പോഴാണ് ഒരു ആക്ടർ നിലയിൽ നമുക്ക് കുറച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം വേഷങ്ങൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അർച്ചന, നമ്മളിവിടെ ഷൈലോക്കിലാണ് അവസാനം കണ്ടത്. അപ്പം മുത്തുകവ് പിന്നെ കാർത്തിക്കൊപ്പം ഉള്ള സിനിമകളിലൂടെ അർച്ചന ഇഷ്ടമായിരിക്കും. പെട്ടെന്ന് ഒരു സിനിമയിൽ നിന്ന് മാറിപ്പോയിട്ട് ചെറിയൊരു ഇടവേള, എന്ത് പറ്റി അങ്ങനെ ഒരു ഇടവേള സംഭവിക്കാൻ? അല്ല, എങ്ങനെയാണ് പിന്നെ ഈ സിനിമയിലേക്ക് സംവിധാനം കേട്ടോ, എങ്ങനെയാണ് ഈ അർച്ചനെ തന്നെ ഈ ഒരു റോളിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നൊരു രണ്ടുപേരും പറയണം. തിരിച്ചു കൊണ്ടുവരാൻ അർച്ചന എവിടെയും പോരായിട്ട് എനിക്ക് തോന്നുന്നു. പ്രേക്ഷകർ കണ്ടില്ല. അതേപോലെ തമിഴിലൊക്കെ പടങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ക്യാരക്ടറിന് ഒരു ഓപ്ഷൻ വന്നപ്പോൾ നമുക്ക് ആ സമയത്ത് അർച്ചനയുടെ പേര് ജിൻസാറാണ് എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത്.
അപ്പം അത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുള്ള രീതിയിൽ വന്നാൽ അല്ല തിരിച്ചു കൊണ്ടുവരാന്നുള്ളതൊന്നും നമ്മളെങ്ങും ഓർത്തിട്ട് പോലും ഇല്ലല്ലോ. കിട്ടുന്ന അവസരങ്ങളിൽ നല്ല നോക്കിയാലേ എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ. എൻ്റെ മലയാളത്തിൽ നിന്ന് സിനിമകളിലേക്ക് വിളിക്കൂ പ്ലീസ്, ഞാൻ വന്ന് അഭിനയിക്കുന്നതായിരിക്കും. വിളിക്കേണ്ടേ. പിന്നെ എനിക്ക് ഭാഷ ഒരിക്കലും ഒരു പ്രശ്നമല്ല. എനിക്കെപ്പോഴും ഇഷ്ടം സിനിമകളോടാണ്, അഭിനയത്തോടാണ്. അപ്പോൾ അത് ഏത് ഭാഷയിൽ എനിക്ക് അവസരങ്ങൾ കിട്ടിയാലും അവിടെ എനിക്ക് കിട്ടുന്ന സ്പേസിൽ കിട്ടുന്ന ക്യാരക്ടറിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഞാൻ ഒരുപാട് പഠിക്കാനുണ്ട് അഭിനയത്തെ പറ്റി, ഇനി ഒരുപാട് മെച്ചപ്പെടുത്താനുണ്ട്. ബട്ട് സ്റ്റിൽ എന്തേതായാലും എൻ്റെ 100% തരാൻ വേണ്ടി നോക്കാറുണ്ട്. പിന്നെ കോവിഡ് സമയത്താണെങ്കിൽ സത്യം പറഞ്ഞാൽ ബ്രോക്കായിരുന്നു. ആർക്കും അവസരങ്ങളില്ലായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം എനിക്കതൊക്കെയല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാനൊരു 2021 തൊട്ട് 2022 വരെ കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സോഷ്യൽ സർവീസ് വർക്ക് കോഴ്സ് ചെയ്യുമായിരുന്നു. അവിടെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഡയറക്ട് സപ്പോർട്ട് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നിട്ടാണ് വീണ്ടും സിനിമകളിൽ അഭിനയിച്ച് തുടങ്ങിയത് ആ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പൊ എനിക്ക് ഈ ക്യാരക്ടർ കേട്ടപ്പം എന്തായിരുന്നു തോന്നിയത്? ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ ഉറപ്പിച്ചു എന്തായാലും ചെയ്യാമെന്നാണ്. ഞാൻ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഇങ്ങനത്തെ ഒരു റോൾ. എന്തെങ്കിലും ഒരു നാടൻ ക്യാരക്ടർ തന്നെ കാണിച്ചു തരാം, ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം എല്ലാവരും എന്നെ കാണാൻ പറ്റും. ആദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ തൊട്ട് ടോം ബോയ് ക്യാരക്ടേഴ്സ്, കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതിൽ ഇങ്ങനെ എന്നെ പിടിച്ചു വെച്ചേക്കുമായിരുന്നു. അപ്പോൾ കാതലിൽ അതൊരു ബ്രേക്കായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞു. കിട്ടിയിരുന്നൊരു ബ്രേക്കായിരുന്നു കാതലിൽ വന്നിരുന്നു. അതിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇപ്പം എല്ലാവരും ചോദിച്ചാൽ അത് അതിന് മുമ്പ് ചെയ്തതാണോ, ഈ അന്വേഷിപ്പിങ്ങടത്തും അതിന് മുമ്പ് ഷൂട്ട് ചെയ്തതാണോ? കാരണം ലുക്ക് മാറിയത് ആർക്കും എല്ലാവർക്കും നീ അങ്ങനെ ആ മുഖം ഉണ്ടോ നിനക്ക് എന്നുള്ളതാണ്. ഐ എം വെരി ഹാപ്പി. എനിക്കതാണ് ആസ് എൻ ആക്ടർ ഐ വോണ്ട് ടു ഡു മോർ ക്യാരക്ടേഴ്സ് ലൈക്ക് ദാറ്റ്. എൻ്റെ ക്യാരക്ടർ മാറ്റി വെച്ച് എനിക്ക് ഇനി പ്രോജക്റ്റ് ചെയ്യണം. സോ ഐ എം റിയലി ഹാപ്പി ഫോർ ദിസ്. എനിക്ക് ഡാവിനതാ എനിക്ക് ആദ്യം ഒരു ചെറിയ കോൺഫിഡൻസ് കുറവ്. എനിക്ക് നടത്തില്ല, ബോഡി ലാംഗ്വേജ് ഒക്കെ മാറ്റില്ലേ. എൻ്റെ നടത്തമൊക്കെ ഭയങ്കര ഒരു സർട്ടൻ രീതിയുണ്ട്. അതൊക്കെ മാറ്റാൻ എനിക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഒത്തിരി പണി കിട്ടിയായിരുന്നു. എന്നിട്ട് ഡാവിന് എനിക്കൊരു ഇച്ചിരി കോൺഫിഡൻസ് തന്നാണ് ഞാൻ റൂമിലിരുന്ന് നടന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. നാടൻ കുട്ടിയായിട്ട് ഇറ്റ് വർക്ക്ഡ്. ഐ എം റിയലി ഹാപ്പി. എനിക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ഡോൾവിൻ ചേട്ടൻ്റെ പ്രൊഡ്യൂസറുടെ അടുത്താണ്. ചേട്ടാ, ഇതിൽ നമ്മൾ 1980s ഒരു പെർഫെക്ഷൻ എല്ലാവരും അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് വെൻ ഇറ്റ് കംസ് ടു ദ ഡയറക്ടർ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു എങ്ങനെയാണ് മാനേജ് ചെയ്തത് ഇതിൻ്റെ ഒരു ഫിനാൻസ്? ഒരു കടയ്ക്ക് പകരം 2 കട വേണമെന്ന് പറഞ്ഞാൽ അത് ഡെലിവറി ചെയ്യായിരുന്നു. ഇത് എങ്ങനെ ഈ ഫിനാൻസ് മാനേജ് ചെയ്തു? കാരണം 80s റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല. ഡാറിൻ ഒരു ബഡ്ജറ്റ് ആദ്യം കമ്മിറ്റ് ചെയ്തിരുന്നു, ഇത്ര രൂപ ബഡ്ജറ്റ് ആവുമെന്നുള്ള. അതിൽ തന്നെ ഡാറിൻ പടം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ സൈഡിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാകേണ്ടി വന്നില്ല. പുള്ളി എന്താണോ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്ന ബഡ്ജറ്റ് അതിൽ തന്നെയാണ് പടം കംപ്ലീറ്റ് ചെയ്തിരുന്നത്. എക്സ്ട്രാ ഡിമാൻഡിങ് ആയിരുന്നോ? ഇല്ല, അങ്ങനെ ആ ബഡ്ജറ്റിൽ ഡിമാൻഡ് ചെയ്തിരുന്നു, അത് നമ്മൾ കൊടുത്തിരുന്നു. അതിനപ്പുറത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതെ, ഞാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ട്രൈ ചെയ്താണ്, നടന്നില്ല. മോർ ക്വസ്റ്റ്യൻസ്? നിശാന്തേട്ടനൊന്നും ആരും ചോദിച്ചില്ല കേട്ടോ. ഒന്നും ഒളിച്ചിരിക്കുകയാണ്. ജിൻജിയറിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, നമ്മള് കടുവയുടെ പാർട്ട് 2 പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. അതിന്റെ അപ്ഡേഷൻസ് എന്തെങ്കിലും തരാറായിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ അയാൾ പറഞ്ഞല്ലോ ഞാൻ 90s പോകുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടില്ല. അല്ല, ഒക്കെ ഉണ്ട്. പാർട്ട് 2 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിനിമ എഴുതുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ലല്ലോ, വളരെ പാടുള്ള കാര്യമല്ലേ. അതും ആലോചിക്കുന്നുണ്ട്. അതെ, അന്വേഷിപ്പിക്കേണ്ടതും ആലോചിക്കുന്നുണ്ട്. ഒക്കെ ആലോചനകളുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റെടുത്ത ചില പ്രോജക്റ്റുകളുണ്ട്, അത് ആദ്യം തീർക്കണം. അതിനുശേഷം വളരെ ആക്റ്റീവായിട്ട് ആ കാര്യങ്ങൾ ആലോചിക്കും. ആ കാലഘട്ടത്തിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ആലോചിക്കുന്നത്. ആ കാലഘട്ടത്തിൽ വിശ്വാസാരുടെ ഞാനിങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കൾ പറയായിരുന്നു, ചേട്ടനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനത്തെ ക്യാരക്ടർ കാണാൻ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഇപ്പൊ ജിന്ന് അല്ലെങ്കിൽ RDX ഇങ്ങനെയുള്ള ഒരു നല്ല കുറച്ച് ക്യാരക്ടർ റോളിലേക്ക് ഒരു നടൻ എന്ന നിലയിലേക്ക് ചേട്ടൻ മാറുന്നു. അപ്പൊ ഈ ഒരു യാത്ര ശരിക്കും ഒരു സമയത്ത് സിനിമയിൽ നിന്ന് തന്നെ മാറിപ്പോയെടുത്ത് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനൊരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപ്രിസിയേഷൻ കിട്ടും?
തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. ഒരു പ്രതീക്ഷയാണല്ലോ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പം എന്താ പറയുക, ഒരു അത് ഇതൊക്കെ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നതൊക്കെ തന്നെ ഈ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് ആലോചിക്കുന്നത്. നല്ല സിനിമകളുടെ ഭാഗമായി വരാനും നല്ല സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ കൂടെയുള്ള സൗഹൃദവും വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതും എല്ലാം ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. ഫാദർ അഭിനയിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് സ്ക്രീനിൽ കണ്ടപ്പോൾ എന്ത് തോന്നി, പിന്നെ അച്ഛൻ എന്ത് പറഞ്ഞു കൂടുതൽ അഭിനയിച്ചപ്പോഴൊക്കെ? അല്ല, അത് ഈ സിനിമയിൽ അങ്ങനെ ഭയങ്കര ഒരു സംഭവം ക്യാരക്ടറൊന്നുമില്ല. അത് ഈ സിനിമയിൽ അങ്ങനെ കുറെ ഡയലോഗും അങ്ങനെ ഒന്നുമില്ല ആ ഏരിയയിൽ. അതുകൊണ്ട് എൻ്റെ അപ്പനാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടിയിട്ട് എൻ്റെ അപ്പനെ അഭിനയിപ്പിച്ചതാണെന്ന് തോന്നുന്നു. അല്ല, അത് പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്കും അപ്പനൊക്കെ അത് ഭയങ്കര കൗതുകമുള്ള കാര്യമാണ്. അത് ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരിക എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കോടതിയിൽ പോകുമ്പോൾ എനിക്ക് അപ്പനും കൂടെ ഒരുമിച്ച് കോടതിയിൽ ഇരിക്കാം എന്ന് പറയുന്ന പോലെ മനോഹരമായ ഒരു കാര്യമാണ്. ഞാൻ ഒരുമിച്ചൊരു ലൊക്കേഷനിൽ എൻ്റെ ജോലി സ്ഥലത്തേക്ക് അപ്പം വരുന്നത്, അവിടെ അപ്പൻ്റെതായിട്ടുള്ള ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത്. അശോകൻ ചേട്ടാ, ടോവിനോടുകൂടെ രണ്ടാമത്തെ സിനിമയാണ് ചെയ്യുന്നത്. 2 പടവും ഹിറ്റാണ്. അപ്പം ഇവിടെ ചോദിക്കാനുള്ളത് ഇതാണ്, ഐശ്വര്യ അശോകൻ ചേട്ടൻ്റെ ഭാഗമാണോ ടോവിനോയുടെ ഭാഗമാണോ ഐശ്വര്യ അശോകൻ? ഭാഗ്യം അങ്ങനെ ഭാഗ്യം, അതായത് ഇപ്പോൾ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് പണിയാൻ നേരത്തെ ഫൗണ്ടേഷൻ തുടങ്ങിയപ്പോൾ എല്ലാം നോക്കണം. ആ ഫൗണ്ടേഷൻ ക്ലിയർ ആണെങ്കിലാണ് കെട്ടി പൊക്കി വരാൻ നേരത്തെ അത് ഭംഗിയാവുള്ളൂ, അല്ലേ? അപ്പോൾ ആരുടെയും മാത്രം ഭാഗ്യം, എല്ലാവരുടെയും ഭാഗ്യമാണ് ഈ പടം വിജയിക്കുന്നത്. അത് ഏറ്റവും ചായ എഴുതുന്ന തുടങ്ങി പ്രൊഡ്യൂസർ തുടങ്ങി ചായ എഴുതുന്ന വരെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് നമ്മൾ പറയാനത്ത് ഞാൻ ടോവിനോട് പറഞ്ഞാൽ അഭിനയിച്ചു, ഹിറ്റായാലും വളരെ സന്തോഷം, അതെൻ്റെ ഭാഗ്യമാണ്. അങ്ങനെ പറയാം, അതൊരു വാക്കാണ്, കോമൺ പറയുന്നൊരു വാക്കാണ്. പക്ഷെ ആ ഭാഗ്യം തന്നെയാണ് ഈ വിജയം, അല്ലെങ്കിൽ ആ വിജയം കൊണ്ട് തന്നെയാണ് ഈ ഭാഗ്യം കിട്ടിയതെന്നും പറയാം. അതൊരു വാക്കാണ്, അത്രേ ഉള്ളൂ. ചേട്ടാ, ഒരു ഇൻവെസ്റ്റിഗേഷൻ സീരീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് മനസ്സിൽ വരുന്ന SM സ്വാമി സാറിൻ്റെ CBI സീരീസ് ഒക്കെ ആയിരിക്കും. അപ്പം സാർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിലിങ്ങിലായിരിക്കും അതിൻ്റെ ഒരു ക്രൈമിൻ്റെ ഇരിക്കുന്നത്. അപ്പം ഇനി ഇതിൻ്റെ 2ാം ഭാഗം വരുന്നെന്ന് തോന്നി. അപ്പം ഇതിന് മുകളിലായിരിക്കണമല്ലോ. അപ്പം എന്തൊക്കെയായിരിക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ സീരീസ് എത്രത്തോളം ഡീറ്റെയിലിംഗ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? 2ാം ഭാഗത്തിലോ? അപ്പോൾ ഒരു ഫസ്റ്റ് ഇത്രയും ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഇത്രയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അതിന് മുകളിലോട്ടായിരിക്കുമല്ലോ ഉറപ്പായി എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ക്രൈം തന്നെയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലിങ്ങിനും അതിൽ ഒരു എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഉണ്ടാവുമല്ലോ? അല്ല, അത് തീർച്ചയായിട്ടും. ഇപ്പം ഈ സിനിമ എനിക്ക് തോന്നുന്നത് ചർച്ച ചെയ്യപ്പെടുന്ന അതിൻ്റെ ഒരു ചില പുതിയ കാര്യങ്ങൾ നമ്മളതിൽ പരീക്ഷിച്ചിട്ടുള്ളതും അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വളരെ കൃത്യമായിട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തിരക്കഥയിലും അതിൻ്റെ മേക്കിങ്ങിലുമൊക്കെ വളരെ ചില പുതുമകൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെ ആയിരിക്കും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്. അതങ്ങനെ വർക്കൗട്ട് ആയാൽ മാത്രമേ ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുകയുള്ളൂ. Any more questions? ചേട്ടൻ So, thank you so much. ഇത് വെറുതെ പറഞ്ഞല്ല, അന്ന് പടം കഴിഞ്ഞ് തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്തും ഈ തലേദിവസം ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്ന പലരെയും കണ്ടു. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചത്, എനിക്ക് ജെനുവിനിൽ അറിയണമായിരുന്നു, ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പടം സൂപ്പറാണെന്ന് പറയണമെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ അറിയണമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള പലരിൽ നിന്നും എനിക്ക് വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും അങ്ങനെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ ഈ സിനിമയ്ക്ക് ഗുണമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം സിനിമ ഇന്നലെ രാവിലെ നമ്മൾ ആദ്യത്തെ ഷോയ്ക്ക് 9:30 ഷോയ്ക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ക്രൗഡുണ്ട് ഉച്ചയ്ക്ക് പോയപ്പോൾ, ഉച്ചയ്ക്കത്തേനേക്കാൾ ക്രൗഡുണ്ട് വൈകുന്നേരം പോയപ്പോൾ, അതിനേക്കാൾ ക്രൗഡുണ്ട് ഇന്ന് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും
എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്തിട്ടുണ്ട്, പുതിയ തിയേറ്ററുകളിലേക്ക് സിനിമ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ദിവസം ഈ സിനിമ കാണുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ആദ്യത്തെ ദിവസം ഈ സിനിമ കാണുകയും ഞാൻ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം 4 പേരോട് അത് പറയുകയും അത് ഈ സിനിമ ഇഷ്ടപ്പെടുകയും ആ 4 പേരോട് പറയുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും നന്ദി. പിന്നെ ജനറലി ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സ്വീകരണം എന്ന് പറയുന്നത് തന്നെ ഈ സിനിമ അതെങ്ങനെയാണോ ഞങ്ങൾ ട്രെയിലറിലും ടീസറിലും ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നത്, അത് കണ്ട് അങ്ങനെ ഒരു സിനിമ തന്നെ പ്രതീക്ഷിച്ചു വരികയും ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാപ്പുറത്ത് ഒരു സിനിമ കിട്ടിയിട്ടുണ്ടാവും. അത് ഈ സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് പങ്കുവയ്ക്കുകയാണ്. നമ്മളെല്ലാവരും ഈ വിജയത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയാണ്. താങ്ക് യു സോ മച്ച്. ഒരു സിനിമ ഒരിക്കലും പ്രേക്ഷകരുടെ, ഞാൻ നിങ്ങളെയൊക്കെ പ്രേക്ഷകരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് കാണുന്നത്, മാധ്യമങ്ങളെക്കാൾ ഞാൻ നിങ്ങളെയൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ ഒരു സ്നേഹവും സഹകരണവും ഇല്ലാതെ ഒരു കാലത്തും ഒരു സിനിമയും വിജയിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ മനസ്സിലേക്ക് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. നല്ല സിനിമയെ ഒരിക്കലും കൈവിടാത്ത മലയാള സിനിമയുടെ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you for coming.